ഞാൻ കുളിക്കാൻ കയറിയപ്പോ ഊരി വെച്ചതാ. നീയല്ലേ അവിടെ മുറി തുടച്ചത്? അതെ. അന്നേരം ബുദ്ധിമോശം തോന്നി എടുത്തതാണെങ്കിലേ ആ മാല ഞാൻ കൊടുത്തേക്ക്. ഞാൻ എടുത്തില്ലമ്മേ. പിന്നെ ആരെടുക്കാനേടി? നിന്റെ ഈ അവനെയും പൂങ്കണ്ണേരും ഒന്നും എന്റെ അടുത്ത് വേണ്ട. മര്യാദക്ക് ആ മാല ഞാൻ കൊടുത്തേക്ക്. ചന്ദ്രേട്ടാ, അമ്മ എന്താ ഈ പറയുന്നത്? ഞാൻ എടുത്തിട്ടില്ല. കട്ടവരാരും കട്ടെന്ന് പറയില്ലടാ. കിട്ടേണ്ടത് 2 എണ്ണം കിട്ടുമ്പോ തത്ത പറയുന്ന പോലെ പറയും. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? തല്ലിയോ കൊല്ലം എന്താണെന്ന് വെച്ചാൽ ചെയ്യ. നരകത്തിൽ പോയാൽ ഇതിനെക്കാളും സ്വസ്ഥത കിട്ടും. കാര്യം ഭർത്താവ് കൂടുള്ള നാടകം കൊള്ളാം. എനിക്കെന്റെ മാല കിട്ടിയില്ലെങ്കിലേ ഞാൻ പോയി എന്റെ അച്ഛനോട് പറയും. പോലീസുകാർ വന്ന് ചോദിക്കുമ്പോ മാല താനേ വന്നോളും. ചേട്ടത്തി, നിങ്ങളുടെ അച്ഛൻ തമ്പി വക്കീലിന് ഒരുപാട് പണവും സ്വാധീനവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ മാലയുടെ പേരിൽ പോലീസ് ഇവിടെ വന്ന് ആരെങ്കിലും ചോദ്യം ചെയ്യുകയോ അവമാനിക്കുകയോ ചെയ്താൽ അതിന്റെ നാണക്കേട് ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ഭർത്താവിനും കൂടിയാ.